നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന രോഹിത്തും ഓട്ടക്കാരൻ ഷാജിയും കൂടെ സംസാരിക്കുന്ന സമയത്താണ് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് ബാലേന്ദ്രൻ ഷാജിനെ നോക്കിയിട്ട് ചോദിച്ചു, ഓട്ടക്കാരൻ ഷാജി അല്ലേന്ന് ചോദിച്ചു. അത് സാറേന്ന് പറഞ്ഞു. പെട്ടെന്ന് ബാലേന്ദ്രൻ കൈ നീട്ടുവാണ് ഷെയ്ക്ക് ഹാൻഡിന് വേണ്ടിയിട്ട്. ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നീട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ് ഷാജി. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അലീന പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഷാജിയെക്കുറിച്ച്. എൻ്റെ മനസ്സിലെ ഷാജിയെക്കുറിച്ചൊരു ചിത്രമുണ്ട്. എന്താണെന്നറിയാവോ? ഒരു പറ്റ ആൾക്കാർ ചേർന്നിട്ട് അലീനയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു രക്ഷകനെ പോലെ ഓടി വന്ന് അലീനയെ രക്ഷിക്കുന്ന ആള്. അത് പിന്നെ അലീനയെ പരിചയമുള്ളതുകൊണ്ട് സാറേ ഞാനന്ന് അങ്ങനെ ചെയ്തേന്ന് പറഞ്ഞു. അവൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഓട്ടം വിളിക്കാറുണ്ട്, ഓർഫനേജിലേക്ക് ഓട്ടം പോകുന്ന സമയത്ത്. അത് കേട്ട് ഞാൻ ബാലേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ അവൾ എന്നോട് വന്ന് പറയാറുണ്ടെന്ന് പറഞ്ഞു. ഓട്ടോ കൂലി മേടിക്കത്തുമില്ലെന്ന്. അത് പിന്നെ സാറേ ഒരു വീട്ടുജോലിക്കാരി, കാരണം കിട്ടുന്ന കൂലിക്ക് ഓർഫനേജിലേക്കൊക്കെ സാധനം മേടിച്ചു കൊടുക്കുന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പൈസ വാങ്ങിക്കാനായിട്ട്. പിന്നീട് അലീനെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പം പെട്രോൾ പൈസ മാത്രം മേടിക്കും, അത്രയേ ഉള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അത് ഷാജിയുടെ നല്ല മനസ്സ്. ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരായിരിക്കില്ല നമ്മൾക്ക് തിരിച്ച് നന്മ ചെയ്യുന്നത്, വേറെ ആരെങ്കിലും ആയിരിക്കും നന്മയുടെ രൂപത്തിലേക്ക് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. എന്താണെങ്കിലും എനിക്ക് ഷാജിയെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെ ഉള്ളേന്ന് പറഞ്ഞു. വാ അകത്തേക്ക് കയറി വാ, ആഹാരം കഴിക്കാന്ന് പറഞ്ഞു. വേണ്ട, വീട്ടില് എൻ്റെ അമ്മയും അനുജത്തെയൊക്കെ നോക്കിയിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അവരൊക്കെ സ്ഥിരം ഉള്ളവരല്ലേ, കാണുന്നതല്ലേ, എപ്പോഴും അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്നതല്ലേ. ഇന്നങ്ങനെയല്ലല്ലോ, അകത്ത് കയറി വന്ന് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് ഷാജിയെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറിപ്പോയി ബാലേന്ദ്രൻ. ഇതേ സമയത്ത് ശരണ്യയുടെ വീട്ടിലെ ഗോവൻ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയത്താണ് പ്രഭാകരനെ കടയിൽ പോയിട്ട് വരുന്നത്. പ്രഭാകരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോപൻ ചോദിച്ചു, അല്ല അവരെ വിളിച്ചായിരുന്നോ? അവരെവിടെ എത്തിന്നൊക്കെ ചോദിച്ചു. അവരെ വിളിച്ചായിരുന്നു, അവരിതുവരായിട്ടും അവിടെ നിന്ന് ഇറങ്ങിയില്ല. ഇറങ്ങിയില്ലേ? അതെ, അവിടെ ചോറിനോ മറ്റോ വന്നു. ഓ, ചോറിന് വന്നു. സൽക്കാരം സ്വീകരിച്ചിരിക്കുമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ചോറ് മാത്രമല്ല, വൈകുന്നേരത്തെ കാപ്പിയും കുടിച്ച് രാത്രിത്തെ അത്താഴം കഴിച്ച് അവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ വന്നാൽ മതി എന്ന് പറ. നാണമില്ലാത്തവരെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവൻ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പ്രഭാകരനോട് ദേഷ്യപ്പെട്ടിട്ട് ഗോവന് ദേഷ്യ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അലീനയുടെ മുറിയിലേക്ക് ശരണയും അമ്മയും കൂടെ വന്നു. അലീനയെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല ചേച്ചി കഴിച്ചില്ലേ? ഇതെന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചു. അതെ, ചൂട് കഞ്ഞിയാ മോളെ. ചൂടായതുകൊണ്ട്. കഞ്ഞിയോ? അതെ കഞ്ഞിയാ. എനിക്ക് കഞ്ഞിയും ചമ്മന്തിയും പപ്പടവും ഒക്കെയാ. പനിക്കാരിയല്ലേ, അപ്പം അതുകൊണ്ട് അതൊക്കെ ഞാൻ കഴിക്കണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരണി പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ എടുത്തു തരാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, ഞാൻ പതുക്കെ കഴിച്ചോളാന്ന് പറഞ്ഞു. ശരണ്യയുടെ അമ്മ പറഞ്ഞു, എങ്കിൽ മോളെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ, ഷാജിക്ക് എന്തോ ധൃതി ഉണ്ടെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്ത് നിൽക്കുവാന്ന് പറഞ്ഞു. ഓരോ ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞോണ്ട്. ശരി ശരി എന്നാ ആയിക്കോട്ടെ. ഷാജിച്ചേട്ടൻ കഴിച്ചല്ലോ അല്ലേന്ന് ചോദിച്ചു. കഴിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശരണ്യ ഒന്ന് അലീനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്താണെന്നറിയില്ല ചേച്ചി, എനിക്ക് പോകാൻ തോന്നില്ല ചേച്ചിനെ ഇട്ടിട്ട്. അതെ, എൻ്റെ പനിയൊക്കെ മാറി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാം, മോള് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര പറഞ്ഞ് അവർ താഴേക്ക് വന്നു. ഓട്ടോക്കാരൻ ഷാജി ഓട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയും അമ്മയും കൂടെ യാത്ര പറയാണ് ബബിതയോടും കൃഷ്ണയോടും രോഹത്തിനോടും ഒക്കെ. അപ്പോൾ കൃഷ്ണമോളോട് പറഞ്ഞു, പോയിട്ട് വരട്ടെ മോളെ എന്നൊക്കെ ശരണ്യയുടെ അമ്മ പറഞ്ഞു. അപ്പോഴേക്കും ബബിത ചോദിച്ചു, അതെന്താ എന്നോട് പറയാത്തെ? എന്നോട് പറയണ്ടേന്ന് ചോദിച്ചു. അല്ല, ഈ മോളല്ലേ ആഹാരമൊക്കെ വിളമ്പി തന്നെ. ഓ, വിളമ്പി തന്നവള്, അപ്പം ചായ കൊണ്ട് തന്ന ഞാനല്ലേ, അപ്പം എന്നോടും കൂടെ പറയണ്ടേന്ന് ചോദിച്ചു. അതെ, നിങ്ങൾ രണ്ടുപേരോടുവാ, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരേപോലെ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ബബിത പറഞ്ഞു, അങ്ങനെ വരട്ടെ കാര്യങ്ങൾ. അങ്ങനെ അവർ ടാറ്റയെ കൊടുത്ത് അവരങ്ങോട്ട് പോവുകയാണ്. രോഹിത്തിന് എന്തോ വല്ലാത്തൊരു സങ്കടവും അതുപോലെ തന്നെ മനസ്സിലൊരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്നുണ്ടായിരുന്ന സമയത്ത്. കാരണം രോഹിത്ത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ ശരണി ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ളത്. ഇതേ സമയം രേവതിക്കുട്ടിയുടെ ഫോണിലേക്ക് ത്യാഗഫോണിലെ സിസ്റ്റർ വിളിക്കുകയാണ്. മാമച്ചനാണ് കോൾ എടുക്കുന്നത്. മാമച്ചൻ കോൾ എടുത്ത് ഹലോ ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങനെ തലകിന്ന് ചോദിച്ചു, അല്ല ഇത് രേവതിക്കുട്ടിയുടെ ഫോണല്ലേ? അതെ, രേവതിക്കുട്ടിയുടെ ഫോണാ. രേവതിക്കുട്ടി ഇപ്പം ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കോൾ എടുത്തേ. മിസ്റ്റർ മാമച്ചനാണോ എന്ന് ചോദിച്ചു. അതെ, ആരാ? ഞാൻ ത്യാഗഫലിലെ സിസ്റ്റർ സുപ്പീരിയർ ആന്ന് പറഞ്ഞു. ആഗ്നസ്. ഓ, സിസ്റ്റർ പറഞ്ഞു സിസ്റ്ററെ. അല്ല രേവതിക്കുട്ടി ഇല്ലേ അവിടെ? അവള് മുകളിൽ എവിടെയാണോ? അങ്ങനെയാണെങ്കിൽ രേവതിക്കുട്ടി വരുമ്പോൾ ഒന്ന് വിളിക്കാൻ പറയണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. മാമച്ചൻ കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും ഗ്രേസം ചോദിച്ചു, അല്ല എന്താ വിളിച്ചിട്ട് പറഞ്ഞെന്ന് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല, രേവതിക്കുട്ടിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ മനുഷ്യ, ഇനിയിപ്പോൾ ചിന്നുമോളുടെ എന്തെങ്കിലും കാര്യത്തിനാണെന്ന് അറിയില്ലല്ലോ, നിനക്ക് ചോദിക്കാൻ മേലായിരുന്നോ കാര്യം എന്താന്ന്? അത് പിന്നെ ഞാനോ ഇതുപോലൊരു മരമണ്ടനായാലോ എൻ്റെ ഭർത്താവ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവർക്ക് എന്തൊക്കെയോ അർജന്റ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്ന പറഞ്ഞേ, എന്താന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ? അപ്പോഴാണ് രേവതിക്കുട്ടി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. രേവതിക്കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ
ഗ്രേസമ്മ ചോദിച്ചു, നീ ഇതെവിടായിരുന്നു? ഞാനിത് ബാത്റൂമിൽ പോയതാ. എല്ലാം എന്തു പറ്റി? ആ സമയം കൊണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. അതെ, ഫോൺ ബെല്ലടിച്ചായിരുന്നു, മാമച്ചാനാ കോൾ എടുത്തേ. എന്ത് ചെയ്യാനാന്ന് പറ. ആ ത്യാഗഫലിന്റെ സിസ്റ്ററാ വിളിച്ചത്. എന്താ ഏതാന്ന് ഇങ്ങനെ ചോദിച്ചതുമില്ല. എന്തോ നിന്നോട് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു പറഞ്ഞേ. എന്നോടോ? അതെ, ഇനിയിപ്പോൾ ചിന്നിമോൾക്ക് വല്ല വയ്യായിരിക്കും. അത് കേട്ടപ്പം രേവതിക്കുട്ടിക്ക് ഭയങ്കര ടെൻഷനായി. മാമച്ചനും നോക്കിയിട്ട് പറഞ്ഞു, അതെ അങ്കിളിനെ ചോദിക്കാൻ മേലായിരുന്നോ? അത് പിന്നെ അതെങ്ങനെയാ, തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? അത് ഇവിടെ ഇരിക്കാതെ 2 റൗണ്ട് പോയി നടന്നിട്ട് വരാൻ പറഞ്ഞു. അയ്യോ, ഇപ്പം ഞാൻ 1 റൗണ്ട് നടന്നിട്ട് വന്നോളൂ, ഇനി ഞാനിവിടെ കുറച്ച് സമയം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് രേവതിക്കുട്ടി എന്ത് ചെയ്തു, സിസ്റ്ററെ വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ ചിന്നിമോൾക്ക് പ്രശ്നമൊന്നും ഇല്ലോ അല്ലേ? അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവള് സന്തോഷമായിട്ടിരിക്കണം. അല്ല സിസ്റ്റർ, പിന്നെ എന്താ വിളിച്ചെന്ന് പറഞ്ഞ എന്തോ അത്യാവശ്യ കാര്യം? അതോ ചിന്നിമോളുടെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ചോദിക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ചിന്നിമോളെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവര് വേറൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. ആ സമയത്താണ് ചിന്നിമോളെ കണ്ടേ. പക്ഷേ ചിന്നിമോളെ അങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവളെ സ്പോൺസർ ചെയ്യാനായി. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കും, എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ചിന്നിമോളെ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ചോദിക്കണമല്ലോ എന്ന് കരുതിയിട്ടാ. രേവതിക്കുട്ടിയുടെ ശബ്ദമൊക്കെ പെട്ടെന്ന് ഇടറി. എന്ത് മറുപടി പറയണമെന്നറിയില്ല. രേവതിക്കുട്ടി പറഞ്ഞു, അത് പിന്നെ സിസ്റ്ററെ, എനിക്ക് പെട്ടെന്നൊരു തീരുമാനം പറയാൻ പറ്റുന്നില്ല. കാരണം ഒരിക്കലും പ്രതീക്ഷയല്ലോ. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം പറയാനും പറ്റില്ല. അലീനേച്ചിയോട് ചോദിക്കണം. പിന്നെ അവളെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ അത് രേവതിക്കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് സിസ്റ്റർ പറഞ്ഞു, അതെ അവളെ ഇവിടെ ഞങ്ങൾ പൊന്നുപോലെ നോക്കുന്നേ. പക്ഷേങ്കിൽ ഈ വന്ന സ്ത്രീ അവർ കണ്ടിട്ട് നല്ലതൊക്കെയാണ്. പിന്നെ അവർക്ക് അത്യാവശ്യം ആസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെ വളർത്താനായിട്ടുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടെന്ന് തോന്നുന്നത്. അവർക്ക് കുട്ടികളില്ല. അതുകൊണ്ടാണ് അവരും ഭർത്താവും തനിച്ചാണ് താമസം. ചിന്നുമോളെ അവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവൾക്കൊരു അച്ഛനും അമ്മേനെയും കൂടെ കിട്ടാനായിട്ട് പോകുന്നത്. എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. രേവതിക്കുട്ടി പറഞ്ഞു, ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം സിസ്റ്റർ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അപ്പോൾ ഫോണിൽ ലൗഡ് സ്പീക്കർ ഇട്ടുകൊണ്ട് മാമച്ചനും ഗ്രേസമ്മയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം. പിന്നീട് രേവതിക്കുട്ടി പറഞ്ഞു, അതെ ഞാനൊന്ന് പോയി കിടക്കട്ടെ, എനിക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് മോളത്തെ മുറിയിലേക്ക് കയറിപ്പോയി. മാമച്ചൻ ഗ്രേസമ്മയോട് പറഞ്ഞു, ഗ്രേസമ്മ അവളോട് ചോദിക്കാൻ മേലായിരുന്നോ ചിന്നുമോളുടെ കാര്യത്തെക്കുറിച്ച് എന്തേലും? മാമച്ചായ എങ്ങനെ ഇപ്പം അവളോട് ചോദിക്കുന്നേ? ഇപ്പം അവളോട് ചോദിക്കാൻ പറ്റുമോ? അവൾ പോയി റെസ്റ്റ് എടുക്കട്ടെ, അവൾ തന്നെ നമ്മളോട് ഒന്ന് കാര്യങ്ങൾ പറയട്ടെ. ഇപ്പം അവളെ ശല്യപ്പെടുത്തണ്ട, അവൾക്ക് നല്ല ടെൻഷനായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ കൂടുതൽ ചോദിച്ചാൽ അവളെ വിഷമിപ്പിക്കണ്ടെന്നൊക്കെ മാമച്ചനോട് പറഞ്ഞിട്ട് ഗ്രേസമ്മ എഴുന്നേറ്റ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരണി അമ്മയൊക്കെ അവരുടെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് പ്രഭാരൻ ആകെപ്പാട് ടെൻഷനോടെ നിൽക്കുന്നുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ പ്രഭാരൻ ചോദിച്ചു, എങ്ങനെയായി അവിടെ പോയിട്ട്? വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചു. എന്ത് പ്രശ്നങ്ങളാ? ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, നല്ല രീതിയിൽ തന്നെയായിരുന്നു അവര് പെരുമാറിയെന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് വന്നിട്ട് ഗോവൻ പറഞ്ഞു, പിന്നെ നല്ല രീതിയിൽ. അതും അവര്. ശരണ്യ പറഞ്ഞു, ഗോപേട്ടൻ ഇത് എന്തറിഞ്ഞിട്ടാ? അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ നന്നായിട്ട് തന്നെ സ്വീകരിച്ച് ഞങ്ങൾക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ ആഹാരം ഉണ്ടാക്കി തന്ന ഉടനെ ആ സമയം ശരണ്യയുടെ അമ്മ പറഞ്ഞു, നീ എന്തൊക്കെയാ ഗോപ ഇങ്ങനെ പറയണേ? ആ പെൺകൊച്ചുങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പെരുമാറിയത്. അവരാ ഞങ്ങൾക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ. എന്തൊരു സ്നേഹമാണെന്നറിയോ അവിടെ അവർക്കെല്ലാവർക്കും കൂടെ. ആ സമയം പ്രഭാരൻ ചോദിച്ചു, അല്ല എങ്ങനെയാ അലീനയോട് അവരുടെ പെരുമാറ്റം എന്നാ എങ്ങനെയാന്ന് ചോദിച്ചു. അലീനയോട് നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നത്. അലീനയുടെ മുറിയൊക്കെ ഒന്ന് കാണണം. പിന്നെ ശരണ്യ വിളിക്കുന്ന പോലെ അലീനേച്ചിന്ന അലീനെ അവർ വിളിക്കുന്നത്. അത്ര നല്ല ഇടപെടലും കാര്യങ്ങളൊക്കെയാ. ശരിക്കും പറഞ്ഞാൽ ചേട്ടത്തി അനിയത്തി ബന്ധം അവർ തമ്മിലുള്ളതെന്ന് നമുക്ക് തോന്നിപ്പോന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവൻ പറഞ്ഞു, ഇതൊക്കെ അവർ നിങ്ങളോട് ഈ സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലേ ഇനി അടുത്ത വിചാരണ വരാൻ പോകല്ലേ, അതുകൊണ്ടായിരിക്കും. കേസിന്റെ വിചാരണ ആയതുകൊണ്ട് നിങ്ങളെ സോപ്പിടുന്നാന്ന് പറഞ്ഞു. ശരണ്യ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല. ഒരു പക്ഷേ ഗോപേട്ടന് സംശയം ഉണ്ടെങ്കിൽ ആ ഷായിച്ചേട്ടനോട് പോയി ചോദിച്ചു നോക്ക്. ഷായിച്ചേട്ടൻ വരെ അത്ഭുതപ്പെട്ടു പോയി. അതുപോലെ തന്നെ അവിടുത്തെ ബാലേന്ദ്ര സാറ് എത്ര നല്ല ഇടപെടലാണെന്നറിയോ, ഞങ്ങളോടൊക്കെ എത്ര നല്ല സ്നേഹത്തോടെ പെരുമാറുന്നറിയാവോ. ഗോവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഗോവൻ അങ്ങ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്ക് ശരണ്യ അച്ഛനോട് പറഞ്ഞു, അച്ഛ ഞങ്ങളൊക്കെ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ്. അച്ഛന് സംശയം ഉണ്ടെങ്കിൽ അച്ഛനൊന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞിട്ട് അവരങ്ങ് അകത്തേക്ക് കയറിപ്പോയി. പ്രഭാകരനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അലീനയുടെ അടുത്ത് വന്ന് കൃഷ്ണയും ബബിതയും കൂടെ അലീനയുടെ പനിയൊക്കെ നോക്കുകയാണ്. അങ്ങനെ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞപ്പോൾ 98 ഡിഗ്രി ഉള്ളൂ. അപ്പോഴേക്കും ബബിത പറഞ്ഞു, പനി ഇല്ലല്ലോ, പനി കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അത് തന്നെയല്ല ഞാൻ പറഞ്ഞ പനിയില്ല, പനി കുറഞ്ഞെന്ന്.
കൃഷ്ണ പറഞ്ഞു, ഓ ബബിതേച്ചിക്ക് വിശ്വാസമില്ല, അതിങ്ങനെ മുടിയൻ തലേ കയറിയെന്നാ തോന്നേ. അപ്പോഴേക്കും ബബിതയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അലീന പറഞ്ഞു, എന്താ കൃഷ്ണമോളെ ഇങ്ങനെ സോറി പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും സോറി എന്ന് പറഞ്ഞു. ഇങ്ങനെയാണോ സോറി പറയണേ? ആ സോറി ബബിതേച്ചി, അതെ ഇങ്ങനൊന്നും പറയാൻ പാടില്ല കേട്ടോ ഇനിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ട് വീണ്ടും ബബിതയും കൃഷ്ണമോളും കൂടെ വഴക്കുണ്ടാക്കുമ്പോഴത്തേനും അലീന പറഞ്ഞു, രണ്ടും കൂടെ രാവിലെ തന്നെ തുടങ്ങിയോ എന്ന് പറഞ്ഞ് പതുക്കെ അങ്ങോട്ട് എഴുന്നേക്കുവാണ്. എങ്ങോട്ടാ? അല്ല പുറത്തേക്കൊന്ന്, അതെ പുറത്തേക്കൊന്നും പോണ്ട, ആ കാലം അങ്ങോട്ട് കയറ്റി വെക്കാൻ ബബിത പറഞ്ഞു. അല്ല അത് ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി, മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ശിക്ഷ കഠിനമായിരിക്കും, ഞങ്ങൾ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിയേക്കരുത്, അവിടെ ഇരുന്നോണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതിനിപ്പോൾ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ, അതെ ഇത്തിരി പനി കുറഞ്ഞെന്ന് ഓർത്തോണ്ട് എടുത്ത് തുള്ളിച്ചാടി നടക്കുമൊന്നും വേണ്ട, ഞങ്ങൾ പോയി ആഹാരമൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. ഇന്നെന്താ സ്പെഷ്യല് എന്ന് അലീന ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, കരിയാത്ത വട്ടത്തിലുള്ള ചപ്പാത്തി ആയിരിക്കും, ബബിതേച്ചി അല്ലേന്ന് ചോദിച്ചു. ഒന്ന് പോടി അവിടുന്ന്, എന്നെ അത്രയ്ക്ക് കളിയാക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടെ വീണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, ദേ വഴക്കുണ്ടാക്കല്ലേ, ദൈവത്തെ ഓർത്ത് ഇനി അടി വെക്കല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. ഇങ്ങനെയൊന്നും അലീന ഒരിക്കലും പ്രതീക്ഷ ആയിരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.